Good afternoon. Good afternoon, teacher. Good afternoon, Miss. Good afternoon, Miss. Good afternoon. ഭക്ഷണം കഴിച്ചു എല്ലാവരും? Yes, teacher. ആർക്കും സ്പെഷ്യല്? ഇല്ല. സ്പെഷ്യൽ ഡിഷ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? Nothing. Mutta omelette. മീൻകറി. ടീച്ചർക്ക് എന്തായിരുന്നു സ്പെഷ്യൽ? എനിക്ക് ചെമ്മീൻ കറി, അച്ചിങ്ങ. സ്പെഷ്യൽ ഒന്നല്ല, അങ്ങനെ ഉണ്ടാവും. മഴയൊക്കെ മാറിയോ നിങ്ങളുടെ അവിടെ? മഴയുണ്ടോ? നോ, ഇപ്പോഴില്ല. ഇപ്പൊ വെയിലാണ്. ഉണക്കച്ചെമ്മീനാണോ പച്ചച്ചെമ്മീനാണോ കൊഞ്ചാണോ? ചെമ്മീൻ. പച്ചയാണെങ്കിൽ അതൊരു വെരി സ്പെഷ്യൽ ആണ്. നമ്മൾ ഏതാണ് എടുത്തോണ്ടിരുന്നത് ചാപ്റ്റർ? ലാസ്റ്റ് ഡി എടുക്കാനുണ്ട്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ. മിസ്സേ പ്രയർ പറഞ്ഞില്ലല്ലോ. പ്രയർ പറഞ്ഞില്ല, ഞാനാണ് പറയേണ്ടത്. പറയാം ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. എവിടെ വരെ എടുത്തേന്ന് അറിയാനാ ചോദിച്ചേ. സയൻസ് ആൻഡ് കൾച്ചർ വരെയാണ് എടുത്തേ ഡി. അതെന്താണെന്ന് നോക്കിക്കൊണ്ടുവരാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്? യെസ്, പറഞ്ഞിരുന്നു. പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ. Okay, Miss. Dear God, thank you for this beautiful day. Thank you for giving me the chance to see this day. Thank you for loving me despite my sins. Forgive me for all my sins, even the ones committed unknowingly. As I start this day, I pray for your guidance and your protections. Direct my path and teach me the right thing to do. Let my words and my actions be ones that bring honor to your holy name. Thank you, Lord. Thank you. Thought of the day ഉണ്ടോ? Good afternoon all. Thought of the day. All of us do not have equal talent, but all of us have an equal opportunity to develop our talents. APJ Abdul Kalam. Thank you. Okay, very good afternoon to all. Good afternoon. Okay. നമ്മള് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ?
ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, പോസ്റ്റ് നാച്ചുറൽ ഫാക്ടേഴ്സ് അല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ടീച്ചർ, ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ ഇനി ഡി പോയിന്റ് ആണ് പറയണം ബാക്കിയുള്ളത്. ABC കഴിഞ്ഞു. ബി തുടങ്ങി പറയണം. എ തുടങ്ങിയല്ലേ പറയണ്ടേ? യെസ്, എയും ബിയും സിയും ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡി ആണ് പെൻഡിങ് ഉള്ളത്. ഈ പറഞ്ഞിട്ടില്ല ആണോ? ഇല്ലല്ലോ, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ഫുള്ള് പറഞ്ഞ ഞാൻ. നോ, ഡി പെൻഡിങ് ഉണ്ട്. ഡി പോയിന്റ് ലാസ്റ്റ് വൺ. ലാസ്റ്റ് വൺ പ്രൊവൈഡിംഗ് മെറിറ്റ് ആക്ടിവിറ്റീസ് അല്ലേ? യെസ്, ദാറ്റ് ഈസ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കുട്ടികളിലെ ഇന്റലക്ച്വലി അവർ ഡെവലപ്ഡ് ആവണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പീരിമെന്റ് അല്ലെ, പര്യവേക്ഷണം ചെയ്യാനും പരീക്ഷണം ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. Then arouse inquisitiveness to ask questions. എന്താണ് ചോദ്യം ചോദിക്കുന്നതിന് കുട്ടികളെ എന്താണ് പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ജിജ്ഞാസ നിർത്തുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിച്ചാൽ എന്താണ് അതിനുള്ള ആൻസേഴ്സ് നമ്മൾ പറയാനായിട്ട് തയ്യാറാവേണ്ടതാണ്. Then encouragement by giving positive feedback. കുട്ടികൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, നന്നായി വെരി ഗുഡ് എന്ന് പറയാനായിട്ട് ആ ഒരു എൻകറേജ്മെന്റ് കൊടുക്കാനായിട്ട് പാരന്റ്സിനും ടീച്ചേഴ്സിനും അതുപോലെ ഒരേപോലെ തന്നെ കഴിയേണ്ടതാണ്. ഓക്കെ, ദെൻ ബി പോയിന്റ് എന്താണ്? പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്, നെയിംലി റീഡിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക് ആൻഡ് ഡാൻസിങ് ആൻഡ് ഡ്രാമറ്റൈസിങ്. എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് എൻവയോൺമെന്റ് പരിപോഷിപ്പിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ സാധിക്കും? ഇതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം. റീഡിംഗ്, സ്റ്റോറി ടെല്ലിംഗ്. റീഡിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ, ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കാം? കോമിക്സ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഫോഴ്സ് ചെയ്യുന്ന ഏതൊക്കെ ബുക്സുകൾ വായിക്കാൻ കൊടുക്കാൻ നമുക്ക്? സ്റ്റോറി ബുക്ക്, കോമിക്സ്, സ്റ്റോറി ബുക്കുകൾ അല്ലേ? മോറൽ സ്റ്റോറീസ്, വാല്യൂ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ സ്റ്റോറി ബുക്സിൽ കൊടുക്കാം. ഡ്രോയിങ് അല്ലെ, ചിത്രം വരയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ദെൻ പ്ലേയിങ് മ്യൂസിക് ആൻഡ് ഡാൻസിങ് ആൻഡ് ഡ്രാമറ്റൈസിങ്. ഡ്രാമറ്റൈസിങ് എന്താണ്? ഡ്രാമറ്റൈസിങ് നാടകമാണോ? നാടകം അല്ലെ, ചില റോൾ പ്ലേ, അതിൽ റോൾ പ്ലേ കൊടുക്കണം കേട്ടോ. ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ കൊടുത്തിട്ട് കുട്ടികളോട് അത് അഭിനയിച്ച് കാണിക്കാനായിട്ട് പറയാം. ഓക്കെ, അത്തരം ആക്ടിവിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള വൈവിധ്യമാർന്നിട്ടുള്ള, അതായത് വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കുട്ടികളെ ഇന്റലക്ച്വൽ അവർക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ് അങ്ങനെ തീർന്നു. എന്തൊക്കെയായിരുന്നു? ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. ഇത്തരം ഫാക്ടേഴ്സ് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സുകൾ തന്നെയാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് കേട്ടോ. ഇനി ഈ സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. പതിയെ പതിയെ വായിക്കണം കേട്ടോ, ഭയങ്കര സ്പീഡിൽ വായിക്കില്ലേ. വായിച്ചേ. Montessori acknowledges the passive nature of the child. They go through a period of absorption from the environment, and so she gives more importance to the prepared environment. At the same time, she recognizes the strong active nature of the child, allowing children the freedom to choose their own activities voluntarily. യെസ്, എന്താണ് മോണ്ടിസോറി പറയുന്നത്? മോണ്ടിസോറി അക്നോളജസ് ദ പാസീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ്. പാസീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ നിഷ്ക്രിയമായ സ്വഭാവം അല്ലെ, അത് വളരെ നിഷ്കളങ്കരാണ് അല്ലെ.
കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്ക്രിയമായിട്ടുള്ള പ്രക്രിയകളായിരിക്കും, ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, they go through a period of absorption from the environment and so. കുട്ടികൾ എങ്ങനെയാണ് എൻവയോൺമെന്റിൽ നിന്നും എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യാനാണ് പഠിക്കുന്നത് അല്ലേ? കുട്ടികള് നോക്കിക്കണ്ട് ചുറ്റുമുള്ള നമ്മുടെ എൻവയോൺമെന്റ് അവിടെ ഒബ്സർവ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നതിൽ അതെല്ലാം ഉൾക്കൊള്ളുന്നു, ആഗിരണം ചെയ്യുന്നു. Then she gives more importance to the prepared environment. മോണ്ടിസോറി പറയുന്നത് കുട്ടികള് എൻവയോൺമെന്റിൽ കൂടി, അല്ലെ, പരിസ്ഥിതിയോട് ഇണങ്ങി ചേർന്ന് വളരാനായിട്ട് നമുക്ക് ആ പരിസ്ഥിതിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുവോ അവര് ആ ഒരു എൻവയോൺമെന്റ് എന്ന ചുറ്റുപാടിനോട് പ്രിപ്പയർ ചെയ്യാനാണ് മോണ്ടിസോറി ആഗ്രഹിക്കുന്നത്. At the same time, she recognized the strong active nature of the child. പിന്നെ എന്തിനെയാണ് അവര് റെക്കഗ്നൈസ് ചെയ്യുന്നത്? സ്ട്രോങ് ആക്റ്റീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ്. അതായത് പ്രകൃതിയുമായി ഇണങ്ങി ചേരുകയാണെങ്കിൽ കുട്ടികൾ എന്തെന്തായാലും അവരൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രകൃതിയിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് കുട്ടികൾ മാറുമെന്നാണ് മോണ്ടിസോറിയിൽ പറയുന്നത്. അലോയിങ് ചിൽഡ്രൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? allowing children the freedom to choose their own activities voluntarily. എന്താണ്? കുട്ടികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ആക്ടിവിറ്റീസിൽ ചെയ്യാനായിട്ട് എന്ത് കൊടുക്കാന്നാണ് മോണ്ടിസോറി പറയുന്നത്? ഫ്രീഡം ഉണ്ടായിരിക്കും, അല്ലെ? കുട്ടികൾക്ക് അവരുടെ സ്വന്തം പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സ്വമേധയാ തിരഞ്ഞെടുക്കാനുള്ളൊരു ഫ്രീഡം, സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നതാണ് മോണ്ടിസോറി പറയുന്നത്. പ്രകൃതിയോട് അവരുടെ ആ ഒരു പാസീവ് നേച്ചറിനെ അംഗീകരിക്കുന്നു. കുട്ടികളുടെ ഒരു നേച്ചർ, കുട്ടികളുടെ സ്വഭാവത്തെ മോണ്ടിസോറി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് പറയുന്നത്? നേച്ചറിനോട് ഇണങ്ങിയുള്ള ഒരു ജീവിതം. ഈ നേച്ചറിനോട് ഇണങ്ങിയായിരിക്കണം അവര് നേച്ചറിലുള്ള കാര്യങ്ങൾ അബ്സോർബ് ചെയ്ത കാര്യങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടത്. മാത്രമല്ല പിന്നെ എന്താണ് പറയുന്നത്? അവർക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസ്, അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കുട്ടികൾ അവരെ സ്വതന്ത്രമായിട്ട് സ്വമേധയാ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി കുട്ടികൾക്ക് നൽകണമെന്നാണ്. ഇഷ്ടമുള്ള ആക്ടിവിറ്റികൾ അവർ ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ എന്നാണ് മോണ്ടിസോറി അക്നോളജ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ? മൈൽ സ്റ്റോൺ വളർച്ചയുടെ ഘട്ടങ്ങളാണോ? വളർച്ചയുടെ നാഴികക്കല്ല്. നാഴികക്കല്ലുകൾ അല്ലെ? ജീവിതത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലുകൾ, മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്. അതായത് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മളുടെ ജീവൻ ആരംഭിക്കുന്നത് മുതൽ ആ ഒരു കുറച്ച് നമ്മളുടെ ഒരു കുറച്ചു കാലഘട്ടത്തിലെ ഒരു പീരീഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വികസനത്തിന്റെ നാഴികക്കല്ലുകൾ എന്ന രീതിയിൽ ഇവിടെ പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെ മാസങ്ങളിലാണ്, എന്തൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഒരു കുട്ടി ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു ജസ്റ്റ് ഒരു വിവരണം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താണ്? പീരീഡ് ഓഫ് ഓവം. എന്താണ് ഓവം? അണ്ഡം അല്ലെ? അണ്ഡത്തിന്റെ കാലയളവ്. പീരീഡ് ഓഫ് ഓവം എന്ന് പറഞ്ഞാൽ ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ്? കൺസെപ്ഷൻ ടു എൻഡ് ദ സെക്കൻഡ് വീക്ക്. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭകാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ച മുതലാണ് പീരീഡ് ഓഫ് ഓവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അണ്ഡത്തിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെപ്ഷൻ ടു ദ എൻഡ് ദ സെക്കൻഡ് വീക്ക്. രണ്ടാഴ്ചയുടെ അവസാന ഘട്ടത്തിലാണ് പീരീഡ് ഓഫ് ഓവം, അണ്ഡത്തിന്റെ കാലയളവ്. ഓക്കെ, പീരീഡ് ഓഫ് എംബ്രിയോ. എംബ്രിയോ എന്താണ്? ഭ്രൂണം. എംബ്രിയോ എന്താണ്? ഭ്രൂണം. ഭ്രൂണത്തിന്റെ കാലയളവ് എപ്പോൾ മുതലാണ്? സെക്കൻഡ് ടു എയ്റ്റ്, രണ്ടാഴ്ച, സെക്കൻഡ് വീക്ക് മുതൽ 8ാമത്തെ ആഴ്ച വരെയുള്ള ഒരു സമയമാണ് എന്താ? ഭ്രൂണത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്, ഭ്രൂണത്തിന്റെ കാലഘട്ടം. ഇനി ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി. കുഞ്ഞിന്റെ തല നേരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ തല ഉറക്കുക എന്ന് പറയില്ലേ നമ്മള്? കുഞ്ഞിന്റെ തല ഉറക്കുന്നത് ഏത് മാസം മുതലായിരിക്കും? 8 months. 8 months. 8 months to until birth അല്ലെ? 8 മാസം മുതൽ അങ്ങോട്ട് കുഞ്ഞിന്റെ തല ഉറച്ചു തുടങ്ങുന്നു. സിറ്റിംഗ്, കുഞ്ഞിരിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്?
കുഞ്ഞിരിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? 2 to 5 months. 2 to 5 months അല്ലെ, 2 മാസം മുതൽ 5 മാസം വരെയുള്ള കാലയളവിലാണ് കുഞ്ഞിരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രൗളിംഗ് എന്താണ്? ഇഴഞ്ഞു നീങ്ങുന്നത് അല്ലെ. കുഞ്ഞുങ്ങള് കുട്ടി എഴുതുന്ന സമയം എപ്പോഴാണ്? 5 to 8 months. 5 to 8 months. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട്, എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ആരെങ്കിലും സപ്പോർട്ടോട് കൂടി കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നത് എപ്പോഴാണ്? 8 to 12 months. 8 മാസം മുതൽ 12 മാസം വരെയുള്ള കാലഘട്ടം. വാക്കിംഗ് എപ്പോഴാണ് നടക്കുന്നത്? 11 to 14 months. 11 to 14 months. Then standing with the support can climb stairs. Standing with the 13 to 15 months. 13 to 15 months. Then running 15 to 18 months. 15 to 18 months. ഇങ്ങനെയാണ് ഒരു കുട്ടികളുടെ വികസനത്തിന്റെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്സുകളിലൂടെയാണ്, ഈ സ്റ്റേജസിൽ കൂടിയാണ് കുഞ്ഞ് കടന്നു പോകുന്നത്. ഓക്കെ, ചെറിയൊരു ബ്രീഫ് ആയിട്ടൊരു കുറച്ച് ഡിസ്ക്രിപ്ഷൻ മാത്രം അവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മനസ്സിലായത്? മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ഓരോരോ മാസത്തിൽ കുഞ്ഞ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ലൈഫ് എന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങളെ മനസ്സിലെ. ലൈഫ് എന്ന ഭാഗം വായിച്ചോ? Okay. ഓക്കെ, നമ്മളുടെ എല്ലാം ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, life begins at conception when a sperm cell from the father fertilizes with an egg from the mother to form a single cell called a zygote. എന്താണ്? ഗർഭധാരണം നടക്കുന്ന സമയത്ത് അച്ഛനിൽ നിന്ന് അല്ലെ, അച്ഛനിൽ നിന്നും ബീജകോശവും അമ്മയിൽ നിന്നുള്ള അണ്ടവും കൂടി ചേർന്നുകൊണ്ട് എന്താണ് രൂപപ്പെടുന്നത്? ഒരു സിംഗിൾ സെൽ രൂപപ്പെടുന്നു അല്ലെ. ആ സിംഗിൾ സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈഗോട്ട്. സിക്താണ്ഡം അല്ലെ, മലയാളത്തില് സിക്താണ്ഡം എന്നൊരു ഒരു ഏകകോശം രൂപപ്പെടുന്നു. അച്ഛന്റെ ബീജത്തിൽ നിന്നും അമ്മയുടെ അണ്ടവും കൂടി ചേർന്നാണ് എന്ത് രൂപപ്പെടുന്നത്? സൈഗോട്ട് എന്ന സിംഗിൾ സെൽ അഥവാ ഒരു ഏകകോശം എന്ന സിക്താണ്ഡം അഥവാ സൈഗോട്ട് രൂപപ്പെടുന്നത്. ഓക്കെ, the zygote, which is a fertilized cell, contains 46 chromosomes. The mother and the father contribute 23 each. Each എന്നാണ് അവിടെ EACH എന്നാണ്. EAC എന്ന് മാത്രമേ ഉള്ളൂ. EACH. ഓക്കെ, അപ്പൊ എന്താണ്? The zygote, which is a fertilized cell. Zygote എന്ന് പറഞ്ഞ സിക്താണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫെർട്ടിലൈസ് ആയിട്ടുള്ള സെല്ലാണ് അല്ലെ, പ്രത്യുൽപാദനത്തിനുള്ള ഒരു സെല്ലാണ് എന്ത്? സൈഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ 46 ക്രോമസോമുകളാണ് മൊത്തത്തിൽ അതിൽ അടങ്ങിയിരിക്കുന്നത്. 46 ക്രോമസോം എന്ന് പറയുമ്പോൾ എന്താണ്? അച്ഛനിൽ നിന്നും 23 ക്രോമസോമും അമ്മയിൽ നിന്നും എന്താണ്?
23 ക്രോമസോം കൂടി ചേർന്നിട്ടാണ് 46 ക്രോമസോമുകളായിട്ട് അത് ഫെർട്ടൈസൈഡിലായിട്ട് രൂപപ്പെടുന്നത്. ഓക്കെ, നമ്മളിതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളല്ലേ ബയോളജിയിലൊക്കെ? യെസ് ടീച്ചർ. യെസ്. ഈ ഗീത യെസ് ടീച്ചർ എന്ന് പറയുമ്പോ എനിക്ക് സ്കൂളിലെ ഒരു ടീച്ചറിനെ ഓർമ്മ വന്നെ. ടീച്ചർ ഇതേപോലെ സംസാരിക്കണം, ഗീത പറയുന്ന പോലെ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിന് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു കഴിയും. ഗീത എങ്ങനെയാണ് സംസാരിക്കുന്നത്? But I like to call teacher. I don't like to yes, miss, ma'am. I don't like, so I always call teacher. Yes. As you like it, കേട്ടോ. Sorry teacher, what you told? ഇഷ്ടമുള്ളത് വിളിക്കാം കേട്ടോ. Okay teacher, thank you. Okay. Okay. അപ്പൊ എങ്ങനെയാണ് 46 ക്രോമസോംസ് രൂപപ്പെട്ടു. Then 100 of invisible particles called genes are found within each of these thread-like bodies. അങ്ങനെ ഈ ക്രോമസോംസുകളിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് PDF കാണുന്നുണ്ടോ? Yes, we can see. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. Yes teacher, I can. Yes, yes. Okay. Then 100 of invisible particles called genes. അങ്ങനെ എന്താണ് ഈ 46 ക്രോമസോമുകളിൽ നിന്നും എന്താണ് അദൃശ്യമായിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾ, ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് രൂപപ്പെടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനുകൾ എന്ന് പറയുന്നത്. It's called genes. Invisible particles called genes are found in each of these thread-like bodies. അങ്ങനെ ജീനുകളിൽ നിന്നുമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ജീനുകളാണ് നമ്മൾ എന്ത് നിർണ്ണയിക്കുന്നത്? ഹെറിഡിറ്ററി ട്രേറ്റ്സ് അല്ലെ, പാരമ്പര്യം അല്ലെ. നമ്മളുടെ ഹെറിഡിറ്ററി നിർണ്ണയിക്കുന്നത് ആരാണ്? ഈ ജീനുകളാണ്. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ല ജീൻസിന്റെ പടങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫോണി പോലുള്ള യെസ്, വളഞ്ഞിട്ട് ഇങ്ങനെ ലാഡറിന്റെ ഷേപ്പിൽ അല്ലെ. ശരി, ലാഡർ അല്ല, ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, these genes control hereditary traits. The mother contributes 23 chromosome, 23 X chromosome, and father contributes either 23 X chromosome. എന്താണ് അമ്മയിൽ നിന്നും എത്ര ക്രോമസോംസുകളാണ്? 23 എക്സ് ക്രോമസോമുകൾ അല്ലെ. എക്സ് എന്ന 23 ക്രോമസോമുകളാണ് അമ്മയിൽ നിന്നും. അച്ഛൻ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഫാദർ കോൺട്രിബ്യൂട്ട്സ് either 23 എക്സ് ക്രോമസോം. അച്ഛതയിൽ നിന്നും എക്സ് ക്രോമസോംസുകൾ 23 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. or 22 chromosomes and 1 Y chromosome. അച്ഛൻ എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഫാദർ കോൺട്രിബ്യൂട്ട്സ് എക്സ് മാത്രമാണോ? no, അല്ല, Y chromosome, ഒരു Y chromosome കൂടി അച്ഛൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. The XY chromosome determine the sex of the child. അപ്പോ XY chromosome ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? കുട്ടിയുടെ അല്ലെ, കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് XY chromosome ആണ്. If the father contributes 23 X chromosome, the child will be എന്തായിരിക്കും?
Female. If it is 22X and 1Y chromosome, the child will be a male. Okay. അതായത് സ്ത്രീകളുടെ എക്സ്, ഞാനിങ്ങനെ പറഞ്ഞുതരാം, സ്ത്രീകളുടെ എക്സും എക്സും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഗേൾ ചൈൽഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ബേബി ഗേൾ ഉണ്ടാവുന്നത് എക്സും എക്സും കൂടി ചേരുമ്പോഴാണ്. എക്സും വൈയും ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? Male. ബോയ് ഉണ്ടാകുന്നത്. പുരുഷന്മാരുടെ എക്സും വൈയും കൂടി ചേരുമ്പോഴാണ് എക്സ് വൈ എന്നാണ് ബോയ് ഉണ്ടാകുന്നത്. എക്സും പുരുഷന്റെ എക്സും സ്ത്രീയുടെ എക്സും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഗേൾ ചൈൽഡ് ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Yes, miss. ഓക്കെ, ഫുൾ പറഞ്ഞല്ലോ. ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ പറഞ്ഞേല്? ഒന്നുകൂടി പറയണോ? ലൈഫ് ഒന്നുകൂടി പറയണോ? No, miss. No. Life begins at conception when sperm cell from the father fertilize egg from the mother to form a single cell called a zygote. A single cell in the പേര് നോട്ട് ചെയ്യുക കേട്ടോ, അവിടെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. A single cell called a zygote. മലയാളത്തിൽ അതിനെ നമ്മൾ സിക്താണ്ഡം എന്ന് പറയും. സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നുമാണ് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. സിക്താണ്ഡം, സൈഗോട്ട് എന്ന ഒരു ഒറ്റ സെല്ലിൽ നിന്നുമാണ് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, മൊത്തത്തിൽ എത്ര ക്രോമസോമുകളാണ്? ടോട്ടൽ എത്ര ക്രോമസോംസുകളാണുള്ളത്? 46 അല്ലെ? ഫാദർ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 23. Mother also 23. യെസ്, അമ്മയും അച്ഛനും ഈ 23 ക്രോമസോംസുകൾ വെച്ച് അങ്ങനെ ഈച്ച് 46 ക്രോമസോംസുകൾ രൂപപ്പെടും. ഓക്കെ, എക്സും എക്സും രൂപപ്പെടുമ്പോൾ എന്ത് കുട്ടിയാണ് ഉണ്ടാവുന്നത്? എക്സും എക്സും പെൺകുട്ടി. പെൺകുട്ടി. എക്സ് വൈയും Boy. ബോയ് അല്ലെ? ഏത് ക്രോമസോം ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഏത് ക്രോമസോംസ് ആണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? Y chromosome. Y. XY chromosomes. Yes, XY chromosome determine the sex of the child. Okay. Okay. നമുക്കിനി നോക്കാൻ പോകുന്നത് period of the ovum. Period of the ovum. എന്താണ് period of the ovum എന്ന് പറഞ്ഞാല്? ovum എന്താണ്? അണ്ടം. അണ്ടത്തിന്റെ കാലയളവ് അല്ലെ? Conception to the end of the second week. ഗർഭധാരണത്തിന്റെ രണ്ടാമത്തെ ആഴ്ച മുതൽ അവസാനത്തെ ആഴ്ച വരെയാണ് എന്ത്? ഗർഭത്തിന് അണ്ടത്തിന്റെ കാലയളവ്, പീരീഡ് ഓഫ് ദ ഓവം എന്ന് പറയുന്നത്. ഓക്കെ, ഒരാളൊന്ന് വായിക്കാമോ ആ പാരഗ്രാഫ്? ശരി, ഞാൻ വായിക്കാം. ആഫ്റ്റർ ദ egg is liberated from the ovary, it moves into the fallopian tube. It stays there, fallopian. It stays there for about 24 hours, waiting for a single sperm to fertilize it. Within 24 hours of being fertilized, it begins dividing very fast into many cells. It keeps dividing as it moves slowly through the fallopian tube to the uterus and attached to the lining of the uterus. This is called implantation. Here it continues to grow. At the point of implantation of placenta, from which the umbilical cord extends to the fertilized ovum develops. In this way, the fertilized ovum, that zygote, receives nutrition from the bloodstream of the mother. Okay. നമ്മുടെ അണ്ടത്തിന്റെ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആഫ്റ്റർ ദ എഗ് ഈസ് ലിബറേറ്റഡ് ഫ്രം ദ ഓവറി, അതായത് എഗ് അണ്ടാശയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന സമയത്ത് അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഇറ്റ് മൂവ് ഇൻസ് ടു ദ ഫാലോപ്പിയൻ ട്യൂബ് അല്ലെ?
നമുക്കൊരു ഫാലോപ്പിയൻ ട്യൂബ് ഉണ്ട് ഗർഭാശയത്തിൽ അല്ലെ, ആ ഒരു ട്യൂബിലേക്ക് ഇത് മൂവ് ചെയ്യുന്നു എന്ത് എഗ്സുകള് അല്ലെ. സ്റ്റേ there for about 24 hours. ഈ ഫാലോപ്പിയൻ ട്യൂബിലൂടെ നീങ്ങുന്ന ഈ എഗ് ഏകദേശം 24 മണിക്കൂറോളം എന്താണ് അവിടെ സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കും. ഓക്കെ, അതിനുശേഷം എന്താണ്, എന്തിനു വേണ്ടിയാണ് അതവിടെ വെയിറ്റ് ചെയ്യുന്നത്? വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പെർം ടു ഫെർട്ടിലൈസ് അല്ലെ, ബീജസങ്കലനത്തിന് വേണ്ടിയിട്ടാണ് 24 hours അവിടെ എഗ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പെർം. സിംഗിൾ സ്പെർം എന്താണ്? ബീജം അല്ലെ, ബീജമായിട്ട് സങ്കലനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് ആ എഗ് അവിടെ 24 മണിക്കൂർ ഫാലോപ്പിയൻ ട്യൂബിലൂടെ മൂവ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത്. Within 24 hours of being fertilized, എന്താണ്, ഏകദേശം ഒരു 24 മണിക്കൂർ അവിടെ തങ്ങി നിൽക്കുന്നു. Then 24 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു? എന്താണ് സംഭവിക്കുന്നത്? Being fertilized. എന്താണ് fertilized എന്ന് പറഞ്ഞാല്? ഗർഭധാരണം ഉണ്ടാകുന്നു. ഗർഭധാരണത്തിന് fertilize ആകുന്നു, ഗർഭധാരണം നടക്കുന്നു. It begins dividing very fast into many cells. അല്ലെ, പിന്നീട് എന്താണ്, അത് പല പല സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. It begins dividing very fast into many cells. It keeps dividing as it moves slowly through the fallopian tube to the uterus and attached to the lining of the uterus. പിന്നീട് ഈ സെൽ എന്ത് ചെയ്യുന്നു? It keeps dividing as it moves slowly. ഇത് പതിയെ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. എതിൽ കൂടി? ഫാലോപ്പിയൻ ട്യൂബിൽ കൂടെ മൂവ് ചെയ്ത് യൂട്രസിന്റെ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിക്കാനായിട്ട് തുടങ്ങും അല്ലെ. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഗർഭധാരണം സാധ്യമാവാൻ വേണ്ടിയിട്ട് എന്താണ് അറ്റാച്ച് ആ യൂട്രസിനോട് ചേർന്ന് വളരാനായിട്ട് ആരംഭിക്കുന്നു. അല്ലെ, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇത് പല പല കോശങ്ങളായതിനു ശേഷമാണ് എന്ത് ഈ യൂട്രസിന്റെ ലൈനിൽ പറ്റിപ്പിടിച്ച് ആരംഭിക്കുന്നത്. ഇത് അവിടെ പറ്റിപ്പിടിച്ചില്ല, അറ്റാച്ച് ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് എന്ത് സംഭവിക്കും? ഗർഭധാരണം നടക്കില്ല, അബോർഷൻ ഉണ്ടാവും. അബോർഷൻ ആവും, നമുക്ക് മെൻസ്ട്രേഷൻ ആവും അല്ലെ. മെൻസസ് ഉണ്ടാകുന്നു. ഫാലോപ്പിയൻ ട്യൂബ് പൊട്ടുന്ന സമയത്താണ് അത് അറ്റാച്ച് ചെയ്ത് വളരാൻ സാധ്യമാവാത്ത സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഫാലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് സാവധാനം നീങ്ങുന്ന ഈ ട്യൂബ് ആ ആവരണത്തോട് ചേർന്ന് വളരാനായിട്ട് ആരംഭിക്കുന്നത്. അവിടെ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ എന്താണ്, പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തതാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ലെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? മെൻസ്ട്രേഷൻ. ആ ട്യൂബ് പൊട്ടുന്നതും ലൈന് പൊട്ടുന്നതും നമുക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫാലോപ്പിയൻ ട്യൂബ് അല്ലല്ലോ പൊട്ടുന്ന, യൂട്രസിന്റെ ലൈനിങ് അല്ലേ പൊട്ടുന്നത്? ലൈനിങ് ആണ് പൊട്ടുന്നത് കേട്ടോ, യൂട്രസിന്റെ ലൈനിങ് ആണ്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണോ? ഫാലോപ്പിയൻ ട്യൂബ് ആണ് പൊട്ടുന്നത് എന്നാണോ പറഞ്ഞത്? ലൈനിങ് ആണ് കേട്ടോ. ഓക്കെ, അതവിടെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. മെൻസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് സൂചിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. യൂട്രസിനോട് പറ്റിപ്പിടിച്ച ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് വളരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ്? ഇത് വളർന്നുകൊണ്ടേയിരിക്കും, അവിടെ പറ്റിപ്പിടിച്ചിരുന്ന ഇത് വളർന്നുകൊണ്ടേയിരിക്കും. It continues to grow. At the point of implantation, the placenta develops. എന്താണ് ഇംപ്ലാന്റേഷൻ സമയത്താണ് എന്ത് രൂപപ്പെടുന്നത്? കുഞ്ഞെവിടെയാണ് വളരുന്നത്? പ്ലസന്റയിലാണ് അല്ലെ. കുഞ്ഞിനെ ആവരണം ചെയ്തിരിക്കുന്ന ആ ഒരു വലയമാണ് എന്ത്? പ്ലസന്റ. From which the umbilical cord extends to the fertilized ovum. എന്താണ് umbilical cord എന്ന് പറഞ്ഞാല്? എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത് umbilical cord എന്താണ്? പൊക്കിൾക്കൊടി. അല്ലെ, നമ്മുടെ പൊക്കിൾക്കൊടിയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് എന്ത് വളരുന്നത്? കുഞ്ഞുകളുടെ വളരുന്നത്. നമ്മുടെ പൊക്കിൾക്കൊടിയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മനസ്സിലായത്?
നമ്മൾ ആ ഒരു ലാസ്റ്റ് സമയത്തല്ല അത് കട്ട് ചെയ്യുന്നത്. യെസ്, കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷമാണ് ആ പൊക്കിൾക്കൊടി കട്ട് ചെയ്തതിനു ശേഷം അമ്മയും കുഞ്ഞിനെയും വേർപെടുത്തുന്നത്. അതുവരെ ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ പൊക്കിൾക്കൊടിയായിട്ടാണ് കുഞ്ഞ് കണക്ട് ചെയ്ത് വളരുന്നത്. ഓക്കെ, അങ്ങനെ in this way the fertilized ovum receive nutrition from the bloodstream of the mother. അപ്പൊ കുഞ്ഞിനുള്ള പോഷകാഹാരങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ വളരുമ്പോൾ umbilical cord. umbilical cord ആണോ? Nutrition from the bloodstream of the mother, അല്ലേ? Yes. Yes. Say fertilized ovums receive nutrition from the bloodstream of the mother. അതായത് ഈ രീതിയിൽ ബീജസങ്കലനം ചെയ്ത് അണ്ടം അമ്മയുടെ രക്തപ്രവാഹത്തിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിക്കുന്നു, അല്ലെ? അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടിയാണ് കുഞ്ഞിന് എന്ത് കിട്ടുന്നത്? ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡ്സുകള് ആ ബ്ലഡ് സ്ട്രീമിൽ കൂടിയാണ് കുഞ്ഞിനകത്തേക്ക് ലഭിക്കുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാവരും ഇനിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നുകൂടി നോക്കിയേ, ഇതാരെങ്കിലും ഒന്ന് തനിയെ പറയാൻ അറിയാമോ? മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ അതില്? ഒന്നുകൂടി പറയാൻ നോക്കിയിരുന്നോളൂ. After the egg is liberated from the ovary, അതായത് എഗ്ഗ് അണ്ടാശയത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന് ശേഷമാണ് അത് ഫാലോപ്പിയൻ ട്യൂബിലൂടെ നീങ്ങുന്നു, അല്ലെ? ഫാലോപ്പിയൻ ട്യൂബിലൂടെ അത് മൂവ് ചെയ്യുന്നു, പതുക്കെ അത് മൂവ് ചെയ്യുകയും ഏകദേശം 24 മണിക്കൂറോളം എന്താണ് അത് അവിടെ സ്റ്റേ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പെയർ, അല്ലെ? അതായത് ബീജസങ്കലനത്തിനായിട്ടാണ് അത് 24 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ബീജസങ്കലനത്തിന് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ എന്താണ് അത് വളരെ വേഗത്തില് പല പല കോശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് മാറും, അല്ലെ? പല സെൽസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് മാറുന്നു. ദെൻ പിന്നീട് എന്താണ് ഇത് ഫാലോപ്പിയൻ ട്യൂബിലൂടെ എന്താണ് ഗർഭപാത്രത്തിലേക്ക് സാവധാനം നീങ്ങുന്നു. ഓക്കെ, it keeps dividing, it moves slowly through the fallopian tube to the uterus and attached to the lining of the uterus. എന്താണ് ഇത്? ഫാലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് സാവധാനം നീങ്ങുകയും ഗർഭപാത്രത്തിന്റെ ആവരണത്തോട്, അതായത് യൂട്രസിന്റെ ലൈനിങ്ങിനോട് എന്താണ് അറ്റാച്ച് ചെയ്ത് വളരുകയും, അല്ലെ? ആവരണത്തോട് ചേരുകയും ചെയ്യുമ്പോൾ എന്താണ് അവിടെ വെച്ച് പിന്നീട് അത് വിഭജിക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ആ കൂടിച്ചേരുന്ന പ്രോസസ്സാണ് എന്ത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഇത് കുഞ്ഞ് വളർന്നുകൊണ്ടേയിരിക്കും. ആരൊക്കെ എന്താണ് രൂപപ്പെടുന്ന കോശം വളർന്നുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ഗ്രോ. Here it is continues to grow. At the point of implantation, the placenta develops. എന്താണ്? ഇംപ്ലാന്റേഷന്റെ ഘട്ടത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? പ്ലാസന്റ വികസിക്കുന്നത്. ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്ന സമയത്താണ് പ്ലാസന്റ വികസിക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ ബീജസങ്കലനം ചെയ്ത് അണ്ടം അമ്മയുടെ രക്തത്തിൽ നിന്നുമാണ് എന്ത് സ്വീകരിക്കുന്നത്? ന്യൂട്രീഷൻസുകള്, ന്യൂട്രീഷൻസുകള് സ്വീകരിക്കപ്പെടുന്നത്. അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്നാണ് കുഞ്ഞിനോട് ആവശ്യമായിട്ടുള്ള മറ്റെല്ലാ പോഷകങ്ങളും ലഭിക്കുന്നത്. ഓക്കെ, ഇതാണ് പീരീഡ് ഓഫ് ദ ഓവം എന്ന് പറയുന്നത്. അത് ഏത് പീരീഡ് മുതൽ ഏത് പീരീഡ് വരെയാണ്? കോൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. ഗർഭധാരണത്തിന്റെ ഏതാഴ്ച മുതൽ ഏതാഴ്ച വരെയാണ്? ഏതാഴ്ച മുതൽ ഏതാഴ്ച വരെയാണ്? ഗർഭധാരണത്തിന്റെ 2ാമത്തെ ആഴ്ച മുതൽ അവസാനം വരെയുള്ള ഒരു കാലഘട്ടമാണ് എന്താ? പീരീഡ് ഓഫ് ദ ഓവം അഥവാ അണ്ടത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, സംശയം ഉണ്ടോ എന്തെങ്കിലും അതില്? ഹലോ, No, miss. any doubt? No, miss. No. ആർക്കും സംശയമൊന്നുമില്ലല്ലോ? മനസ്സിലായോ പറഞ്ഞത്? എന്ത് വെച്ച് എല്ലാവരും ഉണ്ടായിരിക്കുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായി. അതാണ് മനസ്സിലാവാത്തത്. മനസ്സിലാവാഞ്ഞിട്ടാണോ? ഈ ബയോളജി ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, ഇനി പീരീഡ് ഓഫ് ദ എംബ്രിയോ. ഇനി ഭ്രൂണത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏത് സമയം മുതലാണ്? പീരീഡ് ഓഫ് ദ എംബ്രിയോ
period from 2nd to 8th week after conception. ഭ്രൂണത്തിന്റെ കാലയളവ് ഏത് മുതൽ ഏതുവരെയാണ്? Second to 8th. രണ്ടാമത്തെ ആഴ്ച മുതൽ എട്ടാമത്തെ week. ആഴ്ചയുടെ അവസാനം. ഓക്കെ, എട്ടാമത്തെ ആഴ്ച വരെ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് ഒരു അമ്മയിൽ ഉണ്ടാകുന്നത്, കുഞ്ഞിലുണ്ടാകുന്നത്? മേലല്ല, കുഞ്ഞിലുണ്ടാകുന്നത്. For the first 2 months, the new life is called embryo. എന്തുകൊണ്ടാണ് എംബ്രിയോനെ നമ്മൾ ന്യൂ ലൈഫ് എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. യെസ്, വെരി ഗുഡ് അല്ലേ. ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്ത്? എംബ്രിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ന്യൂ ലൈഫ് എന്ന് പറയുന്നത്. During this period, all important external and internal resources start to develop and functions. ഇവിടെ റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഗൻസിനെ തന്നെയാണ് കേട്ടോ. ഓർഗൻസിനെ തന്നെയാണ് ഇവിടെ റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു സമയത്താണ്, അതായത് ഏത് മാസം? 2 മാസത്തിന് ശേഷമുള്ള സമയത്താണ് കുഞ്ഞിൽ എന്തൊക്കെ രൂപപ്പെടുന്നത്? എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസുകള് ഡെവലപ്പ് ചെയ്യാനും അത് പ്രവർത്തിക്കാനും ആരംഭിക്കുന്നത്. അല്ലെ, ഫങ്ഷൻ ചെയ്യാന്ന് വെച്ചിട്ടുള്ളത് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസുകളും എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടും അതുപോലെ തന്നെ എന്താണ് ഉള്ളിലൊരു പുറത്തുള്ള അവയവങ്ങൾ എന്താണ് വികസിച്ച് വരുന്ന ഒരു അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്ത് വരുന്ന ഒരു സമയമാണ് എന്താ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് സെൽസ് ആർ മെയ്ഡ് സച്ച് ആസ് ബ്ലഡ് സെൽസ്. ഇനി പല പല സെൽസുകൾ കൂടി എന്താണ് ബ്ലഡ് സെൽസുകൾ രൂപപ്പെടുന്നു. ബോൺ ആൻഡ് മസിൽസ്. ബോൺ ആൻഡ് മസിൽസ് എന്താണ്? ബോൺ ആൻഡ് മസിൽസ് എല്ലുകളും മസിൽസുകളും രൂപപ്പെടുന്നു. ഓക്കെ, then by 8 weeks the tiny heart had been beating for almost a month. എന്താണ് 8 ആഴ്ചയ്ക്ക് ശേഷം എന്താണ് കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 8 ആഴ്ചയ്ക്ക് ശേഷം ഹാർട്ട് ബീറ്റ്. ഈ ഹാർട്ട് ബീറ്റ്സ് അല്ലെ, ഒരു ചെറിയ രീതിയിലുള്ള ഹാർട്ട് ബീറ്റ്സ് കുഞ്ഞിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, the lungs, liver, stomach and brain start to form and sex organs are developed enough to determine the sex embryo. പിന്നെ എന്താ ഓർഗൻസ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലങ്സ് അല്ലെ, ശ്വാസകോശങ്ങള്, ലിവർ, സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ അല്ലെ. ഇത്തരം കാര്യങ്ങൾ അവിടെ ഫോം ചെയ്യപ്പെടുന്നു. അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ, അണ്ടർലൈൻ ചെയ്യണേ. ഇവിടെ തുടങ്ങിയത് ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്തത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാനുള്ളതാണ്. ലങ്സ്, ലിവർ, സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ സ്റ്റാർട്ട് ടു ഫോം ആൻഡ് സെക്സ് ഓർഗൻസ്. അപ്പൊ ലങ്സിന്റെ പ്രവർത്തനം, ലിവറിന്റെ പ്രവർത്തനം, സ്റ്റൊമക്ക്, ബ്രെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്താണ് പിന്നീട് രൂപപ്പെടുന്നത്? എന്താണ്? സെക്സ് ഓർഗൻസുകൾ ഡെവലപ്പ് ചെയ്യുന്നു. എന്താണ് സെക്സ് ഓർഗൻസ്? സെക്സ് ഓർഗൻസ് അല്ലെ, അതാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? അല്ലെ, കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് ആ ഒരു സ്കാനിങ്ങില് ഡോക്ടേഴ്സിന് തിരിച്ചറിയാൻ സാധിക്കുന്നത് എപ്പോഴാണ്? സെക്സ് ഓർഗൻസുകള് രൂപപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് ഡോക്ടേഴ്സ് ആ സ്കാനിങ്ങിലൂടെ അത് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു 2 മാസം വരെയുള്ള ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പൊ പറയുന്നത്? അപ്പൊ ന്യൂ ലൈഫ് എന്ന് പറയുന്നതാണ് എന്ത്? എംബ്രിയോ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് എന്തൊക്കെ മാറ്റങ്ങളാണ് ആ കുഞ്ഞിൽ ഉണ്ടാവുന്നത്? ഇമ്പോർട്ടന്റ് external and internal resources start to develop and function. External ആയിട്ടും internal ആയിട്ടുള്ള റിസോഴ്സസുകൾ ഡെവലപ്പ് ചെയ്ത് വികസിക്കുകയും എന്താണ് അത് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നു. ഡിഫറെന്റ് സെൽസ് ആർ മെയ്ഡ് സച്ച് ബ്ലഡ് സെൽസ്. എന്താണ്? ഡിഫറെന്റ് സെൽസുകൾ കൂടിയിട്ട് ബ്ലഡ് സെൽസുകൾ രൂപപ്പെടുന്നു. പിന്നെ എന്തൊക്കെയാണ് രൂപപ്പെടുന്നത്? ബോൺ ആൻഡ് മസിൽസ്. ബോൺസും മസിൽസും രൂപപ്പെടുന്നു. 8 വീക്കിന് ശേഷം എന്താണ്? ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ, ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെ ഓർഗൻസുകൾ ഡെവലപ്പ് ചെയ്യുന്നു? ലങ്സ്, ലിവർ, സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ. ഓക്കെ, അതിനുശേഷം എന്താണ്? സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നു. സെക്സ് ഓർഗൻസ് ആണ് കുഞ്ഞ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്.
ഓക്കെ, ഇത് ക്ലിയർ ആണോ? Yes, miss. യെസ് മാം. യെസ്. അങ്ങനെ എടുത്ത് നോക്കാലോ. പീരീഡ് ഓഫ് ദ ഫീച്ചേഴ്സ്. പീരീഡ് ഓഫ് ദ ഫീച്ചേഴ്സ് നമ്മളെന്താണ് ഗർഭപിണ്ഡത്തിന്റെ ഒരു കാലയളവ് എവിടെ മുതൽ എവിടെ വരെയാണ്? ഫ്രം 8 weeks until birth, അല്ലേ? 8ാമത്തെ ആഴ്ച മുതൽ until birth വരെ, ജനനം വരെയുള്ള ഒരു കാലയളവിലാണ് എന്ത്? ഗർഭാശയ പിണ്ഡത്തിന്റെ ഒരു കാലയളവ്. എന്താണ് ഗർഭാശയ പിണ്ഡം? പിണ്ഡത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 8 ആഴ്ച മുതൽ ബർത്ത് വരെയുള്ള ഒരു കാലയളവ്. Okay. All the organs grow bigger and stronger. ഈ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? എല്ലാ അവയവങ്ങളും വലിപ്പം കൊടുക്കുകയും അതെല്ലാം സ്ട്രോങ് ശക്തമാക്കി മാറുന്ന ഒരു കാലഘട്ടമാണ് പീരീഡ് ഓഫ് ദ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മന്ത് എന്താണ്? 5ാമത്തെ മാസമാകുന്ന സമയത്ത് one can hear through a stethoscope. On what one can hear through a stethoscope? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? somebody is unmuted. ചേച്ചി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ചേച്ചി ചേച്ചിയുടെ അടുത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞതാ, മ്യൂട്ട് ചെയ്തു. മ്യൂട്ട് ചെയ്യണോ? നോ ടീച്ചർ, അൺമ്യൂട്ട് ചെയ്തു. ഉഷേച്ചിയുടെ അൺമ്യൂട്ട് ആയിരുന്നു, അതാണ് ഡിസ്റ്റർബൻസ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്താണ് കുഞ്ഞിന്റെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് കുഞ്ഞിന്റെ എന്താണ് കുഞ്ഞ് മൂവ് ചെയ്യണതൊക്കെ നമുക്ക് എന്താണ് ഫീൽ ചെയ്യാനായിട്ട്, മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ്? ഒരു പീരീഡിലാണ്, അതായത് കുഞ്ഞ് മൂവ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, അല്ലെ? One can feel the mother's skin bubble where the arm or leg is sticking out. നമ്മള് അതങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോ ഗർഭിണിയായ ഒരു സമയത്ത് എന്താണ് ഒരു 5ാം മാസത്തിന് ശേഷമാണ് കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നത്? കുഞ്ഞ് അനങ്ങാൻ ആരംഭിക്കുന്നത്, അല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് അമ്മയുടെ സ്കിന്നിൽ അതിങ്ങനെ ബഗ്ലി ചെയ്ത് വരാന്ന് വെച്ചാൽ ഇങ്ങനെ മുഴച്ചു വരികയെ, കുഞ്ഞിപ്പോ അനങ്ങുമ്പോൾ അത് ആ ഭാഗം ഇങ്ങനെ നന്നായിട്ട് അനങ്ങും. മനസ്സിലായോ? യെസ് ടീച്ചർ. യെസ് അല്ലെ? ഇതിങ്ങനെ ഓക്കെ, അതിങ്ങനെ മുഴച്ചു വരും. അപ്പൊ കുഞ്ഞ് മൂവ് ചെയ്യണതാണ് നമുക്ക് കാണാം. അത് അമ്മയ്ക്കും അറിയാൻ പറ്റും, പുറത്ത് നിൽക്കുക അമ്മയ്ക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുഞ്ഞ് കാല് കൊണ്ടൊക്കെ എന്താണ് കിക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്? കുഞ്ഞിന്റെ ആ മൂവ്മെന്റ്സ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ചില കുട്ടികൾ എന്താണ് ചില കുട്ടികൾ അതിനുള്ളിൽ കിടന്ന് എന്താണ് ഇങ്ങനെ തമ്പ് സക്ക് ചെയ്യും, വിരലുകൾ ഇങ്ങനെ ചപ്പുന്നത്. അതുപോലെ തന്നെയാണ് സം യാൺ ആൻഡ് സ്ട്രെച്ച് ഔട്ട്. ചില കുട്ടികൾ ഇങ്ങനെ അലറും, ചില മൗത്തിങ് മൂവ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കുഞ്ഞിങ്ങനെ അനങ്ങുന്ന പിക്ചേഴ്സ് ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളില്. കണ്ടിട്ടുണ്ടോ? യെസ്, ഐ ഹാവ് സീൻ. കാണാത്തവരുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് കാണാം കേട്ടോ. ഒന്ന് സ്ട്രെച്ച് ചെയ്യും, ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെച്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ വലിക്കുക, നീട്ടുക. അവരതിന്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ കുട്ടികൾ ആ ഒരു മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്താണ് അത് നന്നായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. ഏകദേശം 5 മാസം തുടങ്ങി, 5ാം മാസം വരെ അനക്കം തുടങ്ങും അല്ലെ കുഞ്ഞുങ്ങൾക്ക്? അനക്കം തുടങ്ങിയതിന് ശേഷം ഏകദേശം 8 മാസമൊക്കെ ആകുമ്പോൾ ഭയങ്കര അനക്കമായിരിക്കില്ലേ? നന്നായിട്ട് അനങ്ങൂലേ? മറ്റേ 8-9 മാസം അടുക്കുന്ന സമയമാകുമ്പോൾ ഭയങ്കര അനക്കമായിരിക്കും. ഓക്കെ, ചില കുട്ടികൾ ഭയങ്കര പ്രശ്നക്കാരായിരിക്കും, നല്ല അനക്കമായിരിക്കും. ചില കുട്ടികൾ സൈലന്റ് ആയിരിക്കും, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ചില അനക്കം ഉണ്ടാവും. ഓക്കെ, അത് ചിലപ്പോ അതെന്താണ് എന്നൊക്കെ പറയാം, എന്താന്ന് പറയാൻ പറ്റില്ല. ചില കാറ്റഗറിയുടെ കുട്ടികൾ അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് അനുഭവമുള്ളവർക്ക് അറിയാൻ പറ്റും അത്, അല്ലേ? ഹലോ, എന്താണ് മിണ്ടാതിരിക്കുന്നത്? യെസ് ടീച്ചർ. ബോറടിക്കുന്നുണ്ടോ? No, miss. ബോറടിച്ചിട്ടാണോ? നല്ല കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മള്. ഓക്കെ, അപ്പൊ ഒരു പീരീഡ് ഓഫ് ദ ഫീച്ചേഴ്സ്, ഗർഭപിണ്ഡത്തിന്റെ ഒരു കാലയളവ് എന്ന് പറയുമ്പോൾ കാലയളവിൽ ഇത്തരം കാര്യങ്ങളായിരിക്കും അവിടെ സംഭവിക്കുക, അല്ലെ? എന്താണ് ഓർഗൻസ് ഒക്കെ ബിഗർ ആവും, സ്ട്രോങ്ങർ ആവുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് അത് നമുക്ക് സ്റ്റെതസ്കോപ്പിൽ വെച്ച് കുഞ്ഞിന്റെ മൂവ്
ഇനി മൂവ് ചെയ്യുന്നത് നമുക്ക് ഡോക്ടേഴ്സിന് നമ്മൾ ആ ഒരു സമയത്ത് ഡോക്ടേഴ്സിനെ കാണുന്ന സമയത്ത് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടാണ് അവര് ആ മൂവ്മെന്റ്സ് ഒക്കെ അറിയാൻ സാധിക്കുന്നത്, അവരുടെ അനക്കം അറിയാൻ സാധിക്കുന്നത്. കുട്ടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ആരംഭിക്കുന്നു. അത് നമുക്ക് മനസ്സിലാവുന്നത് അമ്മയുടെ വയറ്റില് കുഞ്ഞിങ്ങനെ ബബിൾ ചെയ്ത് വരുന്ന സമയത്ത്, മുളച്ചു വരുന്ന സമയത്താണ് കുഞ്ഞ് മൂവ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചില കുട്ടികൾ എന്താണ് സം ബേബി സക്ക് ചെയ്യുന്നത്, ചില കുട്ടികൾ അവരുടെ തമ്പ് ഇങ്ങനെ സക്ക് ചെയ്യുന്നു, ചില കുട്ടികൾ എന്താണ് ഭയങ്കരമായിട്ട് ആകാറും ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്തൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങൾ അവിടെ പറയുന്നുള്ളൂ. മനസ്സിലായോ? അത് മനസ്സിലാക്കാനൊന്നുമില്ല, എളുപ്പമാണ്. ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബേബി അറ്റ് ബർത്ത്, ഇനി കുഞ്ഞിന്റെ ആ ഒരു ജനന സമയം, ജനിക്കുന്ന ആ ഒരു സമയത്ത് എന്താണ് the normal weight of a child is about 7 pounds or 3 kg. ഒരു കുട്ടിയുടെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3 കിലോഗ്രാം ഒക്കെ ആയിരിക്കും ഏകദേശം. നോർമൽ വെയിറ്റ് എന്ന് വരുമ്പോൾ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഇതിൽ നിന്നാൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒരു കിലോഗ്രാമിൽ നിന്നാൽ മതി. My daughter was 3.5 weight. Birth weight. ആണോ? Yes. Okay. The first cry after birth helps the lungs of the child to begin functioning. കുഞ്ഞ് ജനിച്ച ഉടനെ ആദ്യമായിട്ട് കരയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് ക്രൈ ആഫ്റ്റർ ദ ബർത്ത് എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞ് കരയുന്നത്? Lungs Helps work. the lungs of the child to begin function. ലങ്സിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ് ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ കുഞ്ഞ് കരയുന്നത്. അല്ലാതെ കുഞ്ഞിനെ വേദനിച്ചിട്ടോ ഒന്നിനും അല്ല. കുഞ്ഞ് ആ ഒരു ലൈഫ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ, അവിടെ ലങ്സിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ കരയുന്നത്. A newborn child tries to adjust with the environment. മാത്രമല്ല കുഞ്ഞ് ആ ഒരു ചുറ്റുപാടിനോട് ഇണങ്ങാൻ വേണ്ടിയിട്ട്, എൻവയോൺമെന്റിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏബിൾ ആവുന്ന ഒരു സമയവുമാണത് ആ ഒരു ഫസ്റ്റ് ജനിച്ചു വരുന്ന കരച്ചിലുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. Child sudden waking, പിന്നീട് എന്താണ്, കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഉണരാൻ ശ്രമിക്കുന്നു, പതിയെ ഉണരുന്നു. ദെൻ ചോക്ക് ചെയ്യുന്നു. ചോക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ചോക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ശ്വസിക്കുക, ചെറിയ ചെറിയ രീതിയിൽ ചോക്ക് ചെയ്യുന്നത്, ചെറിയ ചെറിയ രീതിയിലുള്ള ശ്വസനം. ഇറഗുലർ റെസ്പിറേഷൻ, എന്താണ് ഇറഗുലർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാല്? ഇറഗുലർ റെസ്പിറേഷൻ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. ക്രമരഹിതമായിട്ടുള്ള ശ്വസനം അല്ലെ, കൃത്യമായിട്ട് എടുക്കാൻ പറ്റാണ്ട് ക്രമരഹിതമായിട്ട് കുഞ്ഞ് ശ്വസിക്കുന്നു അല്ലെ. പിന്നെന്താണ്? സ്നീസ് ചെയ്യുന്നു. ചില കുട്ടികൾ എന്താണ് പെട്ടെന്ന് തുമ്മുന്നു. ആൻഡ് സിമിലർ സിംറ്റംസ് ഓഫ് ഇൻസ്റ്റബിലിറ്റി ഇൻ ദ ഇനീഷ്യൽ പീരിയഡ്. എന്താണ് ഇത്തരം സിംറ്റംസ് ആയിരിക്കും ഫസ്റ്റ് കുഞ്ഞിൽ ഉണ്ടാവുന്നത്. ആദ്യം കുഞ്ഞ് കരയുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? ലങ്സിന്റെ ഫങ്ഷൻസ് എളുപ്പമാവാൻ വേണ്ടിയിട്ട്, ആ ഒരു എൻവയോൺമെന്റിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കരയുന്നു. പിന്നീട് എന്താണ്? പിന്നീടാണ് ഉണരാൻ ശ്രമിക്കുന്നത് അല്ലെ. കുഞ്ഞ് ഉണരുന്നു, പതിയെ പതിയെ കണ്ണൊക്കെ തുറന്ന് ഉണരുന്നു. ദെൻ ചോക്ക് ചെയ്യുന്നു. ചോക്ക് എന്ന് വെച്ചാൽ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ചെറിയ രീതിയിൽ കുഞ്ഞ് ബ്രീത്ത് ചെയ്യാൻ ഡിഫിക്കൽട്ടി കാണിക്കുന്നു. കാരണം എന്താണ്, അവർ ജനിച്ച സമയമല്ല, കുഞ്ഞ് അതിനോട് ഇണങ്ങി വരുന്നതേ ഉള്ളൂ. പിന്നെ എന്താണ്? പിന്നെ പയ്യെ പയ്യെ എന്താണ്, അവനെ ഇറഗുലർ ആയിട്ട് റെസ്പിറേഷൻ വരും, ക്രമരഹിതമായിട്ട് കുഞ്ഞ് ശ്വസിക്കാൻ ആരംഭിക്കുന്നു. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ തുമ്മുന്നു, അത്തരത്തിലുള്ള സിംറ്റംസുകൾ കാണിക്കുന്നു. Then period after the birth shows its reaction by attempts to adjust to the new environment. കുട്ടി ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ആ ഒരു പുതിയൊരു സാഹചര്യത്തിനോട് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാണ്, പുതിയൊരു സാഹചര്യത്തിനോട് റിയാക്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അല്ലാതെ കുഞ്ഞിന് വേദനിച്ചിട്ടോ ഒന്നുമല്ല കുഞ്ഞ് കരയുന്നത്. അവന്റെ ഫങ്ഷനിങ്, അവന്റെ നോർമൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞ് ഫസ്റ്റ് ആണ് കുഞ്ഞ് കരയുന്നത്. ഓക്കെ, ആ ഒരു ന്യൂ എൻവയോൺമെന്റിനോട് റിയാക്ട് ചെയ്യുന്ന കുറച്ച് പ്രോസസ് ആണ് എന്ത് കുഞ്ഞ് ചോക്ക് ചെയ്യുക, സ്നീസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചെറിയ ചെറിയ സിംറ്റംസ് ആണ്. പിന്നീട് നമ്മൾ കണ്ടിട്ടില്ലേ, കുഞ്ഞിപ്പോ ആദ്യം ജനിച്ചു കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും. പിന്നീട് പയ്യെ പയ്യെ എന്താണ് കുഞ്ഞ് കരച്ചിലൊക്കെ മാറി പതിയെ ഉറങ്ങാൻ ആരംഭിക്കും. എന്താണ് അപ്പൊ അവൻ എൻവയോൺമെന്റിനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരും. പക്ഷെ എല്ലാ കുട്ടികളും ഒരേപോലെ അല്ല കേട്ടോ. ചില കുട്ടികൾ ഇങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും, അവർ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ. ചില കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ചിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ നല്ല ചിരിച്ചുള്ള കുട്ടികളായിരിക്കും. പലരും പല ടൈപ്പാണ്. ഓക്കെ, അതാണ് ബേബി അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? യെസ്, നമ്മുടെ ആ ചാപ്റ്റർ അങ്ങനെ കഴിഞ്ഞു കേട്ടോ.
ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇതിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ഇട്ടേക്കാം. ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെയായിരിക്കും നമുക്ക് എക്സാമിനും വരുന്നത്. അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെയിം അല്ല, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്സ്. അപ്പൊ മോക്ക് ടെസ്റ്റുകള് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? 100-ലല്ലേ ടീച്ചർ നമ്മൾക്ക് മാർക്സ്? അപ്പൊ അസൈൻമെന്റിന് 40 മാർക്സ് ആണോ? അതെ അതെ അതെ, ഇത് ജിഷാൻസ് പറഞ്ഞില്ലേ എങ്ങനെയാണെന്ന്. ആക്ടിവിറ്റിയുടെ പറഞ്ഞിരുന്നു 40 മാർക്സിലാണ് എന്നുള്ളത്. പിന്നെ ബാക്കിയുള്ളത് എങ്ങനെയാണ്? അസൈൻമെന്റിനും പിന്നെ നമ്മുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും അപ്പൊ എങ്ങനെയാണ്? ടോട്ടൽ 100-ലല്ലേ? ടോട്ടൽ 100-ലാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ടീച്ചറിനോട് ചോദിച്ചാൽ മതിയല്ലോ, ടീച്ചർ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ അപ്പൊ ഈ ടീച്ചർ. ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരട്ടെ. ചാപ്റ്റർ തീർന്നില്ലേ? യെസ്, തന്നോളൂ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ എംബ്രിയോന്റെ പീരീഡ് തുടങ്ങി, അതായത് കുഞ്ഞിന്റെ നമ്മളിപ്പോ ഗൂഗിളിൽ കണ്ടിട്ടില്ലേ കുഞ്ഞിന്റെ ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ്. ഇപ്പൊ 1 വീക്ക് 2 വീക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 1 മന്ത് അങ്ങനെ 9 മന്ത് വരെയുള്ള കുഞ്ഞിന്റെ ആ ഒരു വളർച്ചയുടെ പിക്ചേഴ്സ് കുഞ്ഞിതായി കണ്ടിട്ടില്ലേ നിങ്ങള്? Yes, ma'am. Yes, miss. അത് നിങ്ങൾ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ വരയ്ക്കുക. വരയ്ക്കാൻ കഴിവില്ല എന്നൊന്നും വിചാരിക്കുന്നത്, അത് നോക്കി അങ്ങോട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റുമല്ലോ. 1 മന്ത് നോക്കിയിട്ട് 1 മന്തിൽ അല്ലെങ്കിൽ 1 വീക്കിൽ കുഞ്ഞെങ്ങനെ ഏത് ഷേപ്പിലാണ് രൂപപ്പെടുന്നത്, സെക്കൻഡ് മന്തിൽ എങ്ങനെയാണ് കുഞ്ഞിന്റെ രൂപം, അങ്ങനെ 9 മന്ത് വരെയുള്ള ആ ഒരു പിക്ചർ സെക്ഷൻ. മനസ്സിലായോ? ഓക്കെ, അത് നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഇനി കളർ കൊടുത്ത് കളറോട് ഇഷ്ടം നിങ്ങളുടേതായ ഇഷ്ടം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വർക്ക്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ് ആകുമ്പോൾ അടുത്ത ഫ്രൈഡേ നെക്സ്റ്റ് ഫ്രൈഡേ മതി കേട്ടോ. ഫ്രൈഡേ അടുത്ത ക്ലാസ് എന്താണ്? എന്തോ ടീച്ചർ ലാസ്റ്റ് വീക്ക് തന്നതും ആക്ടിവിറ്റി ആയിരുന്നില്ലേ? സെക്സ് ആൻഡ് കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്. വരാനല്ല, അത് കണ്ടിട്ട് എഴുതിയായിരുന്നോ? യെസ്, ഐ ഹാവ് റിട്ടൺ. Read it. Okay, teacher. How is sex and culture influencing child growth and development? Sex and culture significantly influence child development and growth by shaping their identity, values, behavior, and understanding of the world. Biological development. Biological sex determines physical development such as growth patterns, hormonal changes, and reproductive system maturity. Boys and girls may experience different milestones due to hormonal differences. Gender role and identity. These roles can influence behavior, aspiration, and self-esteem. For instance, boy may be encouraged to be assertive, while girls may be nudged toward nurturing roles. Education and opportunities. Societies may affect access to the education or activities. In some cultures, girls may face restrictions in pursuing higher education. Any culture in the വായിക്കണോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, താങ്ക് യു. ഇതുവരെ ക്ലാസ് ഉണ്ട് ഇപ്പൊ 2:30. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, miss.